അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വഴുതന കൊണ്ട് എപ്പോഴും ഒരേ രീതിക്ക് തിന്നും മടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വ്യത്യസ്ത വിഭവം ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ശരിക്കും വെറൈറ്റിയാണ്. നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നതുമായിരിക്കും, ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കഴിക്കുന്ന രുചിയായിരിക്കും. അപ്പോൾ ഈ കണ്ടു നോക്കിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും. ഇനി അല്ലെങ്കിൽ തന്നെ വെറുതെ എങ്കിലും ലഞ്ച് ആയിട്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഫസ്റ്റത്തെ റെസിപ്പി അറബിക് പുലാവ് നമുക്കൊന്ന് നോക്കിയാലോ. വഴുതന ചേർത്തിട്ട് സൂപ്പർ രുചിയാണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ശരിക്കും വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറണം കേട്ടോ. ബ്രൗൺ കളറായതിന് ശേഷം കറിവേപ്പില ചേർത്തെടുക്കാൻ നിർബന്ധമല്ലേ, ഞാൻ ചുമ്മാ ചേർത്ത് കൊടുത്താണേ. ഇനി നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വഴുതന വേണം. ഞാനൊരു 3 വഴുതന ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറുതാണേ, വലുതാണെങ്കിൽ 1 മതി. ഇനി നമുക്കിതിലേക്ക് വഴുതന വേണം. വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള വഴുതനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ വട്ടത്തിലാണോ സ്ക്വയറാണോ ഒന്നും മനസ്സിലാവില്ല. അതേപോലെ നമുക്കിതിലേക്ക് തക്കാളി വേണം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെറുതെ ചുമ്മാ ഹരത്തിന് അങ്ങനെ ഇട്ടുന്നുള്ളേ. എങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ മജ്ബൂസിൻ്റെ മസാലപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെള്ളുള്ളി ചതച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം അരി ചേർത്ത് കൊടുക്കാൻ. തിളച്ചാൽ മാത്രം പോരട്ടോ, വഴുതനയും ശരിക്കും വെന്ത് കിട്ടണം. എന്നിട്ട് വേണം അരി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതേപോലെ XXLൻ്റെ ബസ്മതി അരിയാണ് എടുത്തത്. അതൊരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോഴിത് കണ്ടില്ലേ, കയ്യിലും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം, അതായത് കയ്യിലും വെള്ളമില്ല, അരിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, ചെറിയ രീതിക്കുള്ള കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് പുതിനൻ്റെ ഇല ഉണ്ടല്ലോ, ഉണങ്ങിയത്, അത് 1 ടീസ്പൂണോളം അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വിളമ്പുക. ഇത് വിളമ്പിയാൽ മാത്രം പോരാ, ഇതിലേക്കൊരു സ്പെഷ്യലും കൂടെ ഉണ്ടാക്കുന്നുണ്ടേ. അതേപോലെ വീട്ടിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്മോക്ക് ചെയ്യിപ്പിച്ചു കൊടുത്തോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ചാർക്കോൾ തീർന്നു പോയിട്ടാണ്. അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ഫ്ലേവറാണ് വരിക. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക ശരിക്കും കുബൂസ് പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ എന്തായാലും കുബൂസ് പൊരിച്ചതുണ്ടാവും. ഈ ടർക്കിഷ് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലേ ഈ ഒരു വഴുതനൻ്റെ ഒരു പുലാവ് പറയുന്നത് അതൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു തുർക്കിയുള്ള സ്പെഷ്യലാണ് ഈ ഒരു റൈസ്. അതിൻ്റെ കൂടെ കുബൂസ് പൊരിച്ചത്, ഇത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ രുചി മാഷാ അല്ലാഹ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ കുബൂസൊക്കെ വാങ്ങാൻ കിട്ടും. ചെറിയൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി. അത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചൂടായി കിടക്കുന്ന ഓയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഉപ്പ് ഇങ്ങനെ തൂവി കൊടുക്കണേ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി കുബൂസിൽ ഉപ്പ് ഉണ്ടാവും, പക്ഷേ കുറച്ചുകൂടെ ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഷെയ്രില്ലേ, ഷെയ്രി മീൻ, ഹമ്മൂർ മീൻ, അതേപോലെ ചിക്കൻ ചുട്ടത്, എന്ത് വേണമെങ്കിലും അങ്ങനെ വിളമ്പിയിട്ട് പിന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇത് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. ഗസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് തന്നെ ചുമ്മാ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. കാരണം മജ്ബൂസിൻ്റെ മസാല, ഇനിയിപ്പോൾ മജ്ബൂസിൻ്റെ മസാല തന്നെ വേണമെന്നില്ല, കഫ്സൻ്റെ മന്തിൻ്റെ മസാല ഏത് ഇതിലോട്ടേക്ക് സ്യൂട്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ മുഴുവൻ അതിലാണ്. പിന്നെ അതേപോലെ പുതിനൻ്റെ ഇല നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വേറൊരു ഫ്ലേവർ തന്നെ നമുക്കിതിൽ കിട്ടും. ചോറും അതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം ഒരുപാട് എടുത്തിട്ട് അതിങ്ങനെ അലിഞ്ഞ രീതിയിലാക്കാതെ വെള്ളം കുറച്ചെടുത്തിട്ട് നല്ല മണിമണിയായിട്ട് കിട്ടുന്ന രീതിയിൽ ചോറ് തയ്യാറാക്കാൻ വേണ്ടി മറക്കരുത്. വിളമ്പി കഴിഞ്ഞതിന് ശേഷം സൈഡിലാണ് കേട്ടോ കുബൂസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതാണ്ട് ഈ രീതിക്കാണ് സെർവ് ചെയ്യുക. ഈ തുർക്കിയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു റൈസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതേപോലെ ആയിരിക്കും സെർവ് ചെയ്യുക. സൈഡിൽ പിന്നെ സാലഡൊക്കെ ഉണ്ടാവും കേട്ടോ, ജർജർ അങ്ങനെയുള്ള സാലഡ്സൊക്കെ അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ള രുചി എന്ന് പറയുന്നത് രക്ഷയില്ല. ട്രൈ ചെയ്യുക, എന്നിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണേ. ഇനി വഴുതനോണ്ട് അടുത്ത റെസിപ്പി നമുക്ക് നോക്കിയാലോ. ചീനച്ചട്ടി ചൂടായി കിടക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 2 ഉണ്ടമുളക്, അതായത് വറ്റൽമുളക്, അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. 1/4 ടീസ്പൂണേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അത്രയൊക്കെ തന്നെ മതി. ഇനി നമുക്കൊരു ചെറിയൊരു വലിയുള്ളി അരിഞ്ഞതും ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്, അപ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞിട്ടെടുക്കാം. ഈ ഒരു വിഭവം എന്ന് പറയുന്നത് ചപ്പാത്തിൻ്റെ, കണ്ണച്ചത്തിരിൻ്റെ, പൂരിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ചോറ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചോറിൻ്റെ കൂടെ സൈഡിൽ ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസമാണ്. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതന്നെ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കും വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വഴുതന അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 വഴുതനാണ് എടുത്തത്, ചെറിയ വഴുതനാണ്, അതാണ് 4 വലുതാണെങ്കിൽ 1-2 ഒക്കെ അത്ര തന്നെ മതി, ധാരാളമാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ശരിക്കും വഴറ്റി കൊടുക്കുക, അതാണ്ട് ഈ ഒരു രീതിക്ക്. ഇനി ഇതിലേക്കൊരു സ്പെഷ്യലാണ് ചേർത്ത് കൊടുക്കുന്നത്, മത്തൻ അരിഞ്ഞത്. ഒരു ചെറിയ പീസ് മത്തൻ അരിഞ്ഞത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ വഴുതനൊക്കെ വെക്കുമ്പോൾ വെറും വഴുതന മാത്രം വെക്കുന്നതിനെക്കാട്ടി രസമാണ്. നമ്മുടെ വീട്ടിലുള്ള വെജ് ഐറ്റംസ് എന്താണെങ്കിലും വേണ്ടില്ല, പിന്നെ മത്തനോ ഉരുളക്കിഴങ്ങോ ഇനി ക്യാരറ്റോ കാബേജോ എന്തൊന്ന് മിക്സാക്കിയിട്ട് വെച്ച് നോക്കി നോക്ക്, ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം ആയതുകൊണ്ട് മാത്രം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബീഫിൻ്റെ മസാലപ്പൊടി അതൊരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു ബീഫിൻ്റെ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറും ഇതെല്ലാതും കൂടെ മിക്സായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ രുചി വേറെ ലെവലാണ്. ഇനി ഇത് വേവാനായിട്ടൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നോ, ഇതിൽ കാണിച്ചിട്ടില്ലായിരുന്നു, മറന്നു പോയോ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇതിൻ്റെ മുൻപോട്ടേക്ക് നോക്കി നോക്കട്ടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടോയെന്ന്. എന്തായാലും ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ, ഉപ്പില്ലാതെ കറിക്ക് എന്ത് രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും വെന്ത് കിട്ടും. അപ്പോഴിതാ നമ്മുടെ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട്. അതിലോട്ടേക്ക് വേറെ മല്ലിയില പച്ചമുളക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി ആവശ്യത്തിനുള്ള എരിവും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ചോറിൻ്റെ കൂടെ ഞാൻ ചുമ്മാ വിളമ്പിയെന്നുള്ള ഇത് രണ്ടും ഒരു കോമ്പിനേഷനും അല്ല, രണ്ടും വേറെ വേറെ ആണ്. പിന്നെ ആ ചോറും കുബൂസും അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ. ഈ ഒരു വഴുതനൻ്റെ ഐറ്റം എന്ന് പറയുന്നത് ചപ്പാത്തിൻ്റെയും പൂരിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ, ഭയങ്കര രസം. അപ്പോൾ ഈ ഒരു ചോറും ഈ ഒരു കുബൂസും അതെന്തായാലും ട്രൈ ചെയ്യണം. മറ്റേതൊക്കെ നോർമൽ ഒരു വിഭവമാണ്, വഴുതനയും അതേപോലെ മത്തനൊക്കെ, പക്ഷേ ഇതൊരു സ്പെഷ്യലാണ്. ഇത് നമ്മുടെ ടർക്കിഷ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. വഴുതന കൊണ്ടുള്ള 2 രുചി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.